തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള അവലോകനമാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്കിനി ആലപ്പുഴയിലേക്ക് ഒന്ന് പോകണം. ആലപ്പുഴയിൽ അംഗം ജയിക്കുന്നതാര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റ് 19 ലോക്സഭാ മണ്ഡലങ്ങളും UDF-ലേക്ക് ചാഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് 2019 ഇലക്ഷനിൽ കേരളത്തിൽ ആലപ്പുഴ മാത്രമേ പിടിക്കാനായുള്ളൂ. അതും സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഷാനിമോൾ ഉസ്മാനെ AM ആരിഫ് പരാജയപ്പെടുത്തിയത്. 2019 സംസ്ഥാനത്ത് ഇടതുപക്ഷം ജയിച്ച ഏക സീറ്റ് എന്ന നിലയിൽ CPM-ൻ്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും അഭിമാന പോരാട്ടമാണ് ആലപ്പുഴയിൽ. ആരിഫ് തന്നെയാണ് മത്സരരംഗത്ത്. നമുക്കറിയാം, CPM സ്ഥാനാർത്ഥിയായി ആരിഫ് തന്നെ മത്സരിക്കുന്നു. മറുവശത്ത് ഇത്തവണ കോൺഗ്രസും ഗൗരവമായി ഈ മത്സരത്തെ കാണുന്നു എന്നുള്ളതാണ്. KC വേണുഗോപാലിനെ പോലെ ആലപ്പുഴയുടെ 2 വട്ടം MP ആയിരുന്ന, ആലപ്പുഴയിൽ നിന്ന് MLA-യും മന്ത്രിയുമായിരുന്ന ആളെ അവിടെ അവതരിപ്പിക്കുമ്പോൾ ശക്തമായ പോരാട്ടം കോൺഗ്രസ് അവിടെ കാഴ്ചവെച്ചു. BJP-ക്കാകട്ടെ ശോഭാ സുരേന്ദ്രൻ എന്ന ഏത് മണ്ഡലത്തിൽ നിന്നാലും വോട്ട് വർദ്ധിപ്പിക്കുന്ന സ്ഥാനാർത്ഥി എന്ന പേരുള്ള ശോഭ അവിടെ വരുന്നു. ശോഭ ആലപ്പുഴ ജില്ലയുടെ, ആലപ്പുഴ മണ്ഡലത്തിൻ്റെ തീരദേശ മേഖലയാകട്ടെ എല്ലാ മണ്ഡലങ്ങളിലും ഇളക്കി മറിച്ചാണ് പ്രചരണ കോലാഹലം നടത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശോഭയിലൂടെ BJP-യും മണ്ഡലത്തിൽ ചില പ്രതീക്ഷകൾ വെക്കുന്നു. നമുക്കറിയാം, കേന്ദ്ര നേതൃത്വം പോലും അവിടെ ഇടപെട്ട് ശോഭയുടെ പ്രചരണം കാര്യത്തിൽ ശക്തമായ അവരുടെ ഒരു തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിലൂടെ കൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന മത്സരമായി ആലപ്പുഴ എത്തി എന്നുള്ളതാണ്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, വല്ലാത്തൊരു പ്രചരണകാലമായിരുന്നു ആലപ്പുഴയിൽ. കാരണം ഒന്നിനൊന്ന് മികച്ച സ്ഥാനാർത്ഥികളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന പശ്ചാത്തലമുണ്ട്. ആരിഫ് ആദ്യഘട്ടത്തിൽ വലിയ വിജയപ്രതീക്ഷ പങ്കുവച്ചത് നമുക്കറിയാം. അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഏതൊക്കെ മേഖലകളിൽ വോട്ടുകൾ ലഭിക്കും, ഏതൊക്കെ മേഖലയിലാണ് എതിർ സ്ഥാനാർത്ഥികളുടെ ദൗർബല്യം, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണമായിരുന്നു. കൃത്യമായ ഭൂരിപക്ഷം പോലും, ഞാനിപ്പോൾ ഓർക്കുന്നത് 50,000-ന് മുകളിൽ എന്നുള്ളൊരു കണക്ക് അദ്ദേഹം അവതരിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും ആ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആരിഫിൻ്റെ ക്യാമ്പിനുണ്ടോ? ആരിഫിന് ആത്മവിശ്വാസം വളരെ കൂടുതലാണെന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണ രഞ്ജി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇത്തവണ വോട്ട് ആരുടെ പെട്ടിയിൽ നിന്നും ആർക്കൊക്കെ പോയി എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി ഒന്ന് വിശദീകരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട് ആലപ്പുഴയിൽ എന്ന് തന്നെ നമുക്ക് പറയാം. 3 മുന്നണികളും എല്ലാ കാലത്തും ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ് ആലപ്പുഴയിൽ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആലപ്പുഴ എത്തി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ വോട്ട്. ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ടുകൾ പിടിക്കുമെന്നും അത് ആരുടെ വോട്ടുകളായിരിക്കും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് UDF വോട്ടുകളാണ് NDA പിടിക്കുക അല്ലെങ്കിൽ BJP പിടിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ സാഹചര്യമൊക്കെ നോക്കുകയാണെങ്കിൽ 1,87,000 വോട്ട് അവർ പിടിച്ചു. പക്ഷേ ഇത്തവണ അങ്ങനെ ഉറപ്പിച്ച ഒരു മുന്നണികൾക്കും പറയാൻ കഴിയാത്തൊരു സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും AM ആരിഫ് വളരെയധികം ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം വിജയിക്കുമെന്ന് പറയുന്നു. 40,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം തനിക്കുണ്ടാകും എന്നാണ് അദ്ദേഹം പാർട്ടി കോളങ്ങളിലും ഒപ്പം തന്നെ സ്വകാര്യ സംഭാഷണങ്ങളിലുമൊക്കെ വ്യക്തമാക്കുന്നത്. അതേ കോൺഫിഡൻസ് തന്നെ KC വേണുഗോപാലിനുമുണ്ട്. അദ്ദേഹം 60,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ജയിക്കുമെന്ന് UDF ക്യാമ്പുകളും വിലയിരുത്തുന്നുണ്ട്. NDA-യും ഇത്തവണ ഒരു വിജയ പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. പക്ഷേ സാധ്യത കുറവ് NDA-യുടെ വിജയത്തിന്മേൽ ആലപ്പുഴയിൽ ഉണ്ട്. അത് നമുക്ക് നിലവിൽ ആലപ്പുഴയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ കണക്കിലെടുത്താൽ നമുക്ക് അങ്ങനെ തന്നെ പറയാനാകും. എന്തായാലും ഇങ്ങനെയാണ് ഇത്തവണ LDF-ന്റെ ഒരു കണക്ക് കൂട്ടൽ. അതായത് LDF കണക്ക് കൂട്ടുന്നത് 5 ലക്ഷത്തോളം വോട്ടുകൾ, അതായത് 4.5 ലക്ഷത്തോളം വോട്ടുകൾ തങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ ഉണ്ട്. അത് CPM-ന് തന്നെ 4.5 ലക്ഷത്തോളം വോട്ടുകൾ കിട്ടുമെന്നാണ് അവർ കരുതുന്നത്. അത് എത്രമാത്രം ഇത്തവണ പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുമ്പോൾ ഇത് എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. LDF വോട്ടുകളായ ഒരു 5 ലക്ഷത്തോളം വോട്ടുകൾ തങ്ങൾക്ക് ലഭ്യമാകുമെന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം 16 ലക്ഷത്തോളം വോട്ടർമാരാണ് ആലപ്പുഴ ജില്ലയിൽ ഉള്ളത്. ഇതിൽ 10 ലക്ഷത്തോളം വോട്ടർമാർ മാത്രമാണ് ഇത്തവണ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിയിട്ടുള്ളതും. മാത്രമല്ല LDF വോട്ട് ഇവരുടെ ഒരു കണക്ക് ഇങ്ങനെയാണ്. അതായത് LDF പ്രതീക്ഷിക്കുന്നത്, പാർട്ടി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കണക്കുകൾ, അരൂരിൽ 5,000 വോട്ടിന്റെ ലീഡ് തങ്ങൾക്ക് ലഭ്യമാകുമെന്ന്
LDF AM ആരിഫും പ്രതീക്ഷിക്കുന്നു. ആ 5000 വോട്ടിന്റെ ലീഡ് എന്ന് പറയുന്നത് പ്രധാനമായും AM ആരിഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന 2 ഇടങ്ങളിൽ, ഒന്ന് കരുനാഗപ്പള്ളിയും അരൂറുമായിരുന്നു. അരൂർ ഈ നിയമസഭാ കാലയളവിൽ ആരിഫ് പ്രവർത്തിച്ച ഇടമാണ്. MP ആയതിനു ശേഷവും അവിടെ കേന്ദ്രീകരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അരൂറും കരുനാഗപ്പള്ളിയും ഒരു പ്രതീക്ഷ ആരിഫ് വെക്കുന്നുണ്ട്. പക്ഷെ പാർട്ടിയുടെ CPM-ന്റെ കണക്ക് പ്രകാരം 5000 വോട്ടുകളുടെ ലീഡ് അവിടെ കിട്ടുമെന്നുള്ളതാണ്. ചേർത്തല കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ, കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ആരിഫിന് ലീഡ് നൽകിയ ഒരു സ്ഥലം ചേർത്തലയാണ്. 16,000-ഓളം വോട്ടുകളുടെ ലീഡാണ് അവിടെ ഇത്തവണയും CPM പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ലീഡ് അവിടെ പ്രതീക്ഷിക്കുമ്പോൾ പോലും അടിയൊഴുക്കുകൾ ഇവിടെ ഉണ്ട്, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ SNDP-യുടെ ഒരു NDA ചായ്വുണ്ട്. CPM-ന് കിട്ടുന്ന അടിയുറച്ച വോട്ടുകൾ ആ പഴയ കണക്ക് തന്നെ വെച്ച് തന്നെയാണ് ഇത്തവണയും കണക്കെടുത്തിരിക്കുന്നത്. 16,000 വോട്ടിന്റെ ലീഡ് അവർക്ക് കിട്ടുമെന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. ആലപ്പുഴ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആ ലീഡിന്റെ നിലയൊത്ത് കുറയുന്നുണ്ട്. 3000 വോട്ടാണ് ആലപ്പുഴയിൽ ലീഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ KC വേണുഗോപാൽ അവിടെ ആലപ്പുഴ മണ്ഡലത്തിൽ വലിയ തോതിൽ ലീഡ് ചെയ്യുമെന്ന് UDF-ഉം പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്പലപ്പുഴയിലേക്ക് പോകുമ്പോൾ ലീഡ് നില കുറയുന്നു. നഗരമാണ്. മാത്രമല്ല KC ഇതിനു മുമ്പ് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആലപ്പുഴ മണ്ഡലം അത് പിന്നീട് അമ്പലപ്പുഴയും ആലപ്പുഴയുമായി വിഭജിക്കപ്പെടുമ്പോഴും, നഗരം വിഭജിക്കപ്പെടുമ്പോഴും ആ അമ്പലപ്പുഴയിൽ തനിക്ക് കൃത്യമായൊരു സ്വാധീനം KC പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ നല്ലൊരു ലീഡ് നില അവിടെ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്പലപ്പുഴയിൽ 1500 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് അവിടെ ഇവർ പ്രതീക്ഷിക്കുന്നത്, LDF പ്രതീക്ഷിക്കുന്നത്. ഈ 1500 വോട്ടിൽ ഒരുപക്ഷെ മറ്റ് ആളുകളോട് സംസാരിക്കുമ്പോൾ, നമുക്ക് പ്രാദേശികമായ ട്രെൻഡ് അറിയാവുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ പിന്നിൽ പോകുന്ന, അതായത് അമ്പലപ്പുഴ പിന്നിൽ പോവുകയും അവിടെ നല്ല ഒരു പിന്നിലേക്ക് കടക്കുന്ന ഒരു ഏകദേശം 5000-ഓളം വോട്ടുകൾക്ക് പിന്നിൽ പോകുമെന്നുള്ളൊരു കണക്ക് അല്ലാതെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും CPM-ന്റെ കണക്ക് 1500 വോട്ടുകൾക്ക് അവിടെ മുന്നിൽ പോകുമെന്നാണ്. ഹരിപ്പാട് 5000 വോട്ടിൽ പിന്നിലായിരിക്കും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. കായംകുളത്ത് 6000 വോട്ടിന് ലീഡ് നൽകും. കരുനാഗപ്പള്ളി 1000 വോട്ടുകൾ മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ 2,75,000-ഓളം വോട്ടുകൾ 27,500 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ള കണക്കിലാണ് CPM എത്തി നിൽക്കുന്നത്. അത് ഈ CPM-ന് വളരെ കൃത്യമായി തന്നെ കണക്കുകൂട്ട് നടത്താനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് കോൺഗ്രസ് KC-യുടെ ക്യാമ്പ് പങ്കുവെക്കുന്ന ആത്മവിശ്വാസം എന്താണ്? 27,500 എന്ന വളരെ കൃത്യമായ കണക്ക് CPM മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് അവരുടെ അവലോകനത്തിൻ്റെ, അവരുടെ വിലയിരുത്തലിൻ്റെ ഭാഗമായാണ്. കോൺഗ്രസ് അത്തരമൊരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് രഞ്ജിത്ത്. അതായത് ഇവർ പ്രതീക്ഷിക്കുന്നത് 43,000 വോട്ട്, പൊളിറ്റിക്കൽ വോട്ട് 43% ഇവർക്ക് കിട്ടുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. അതിന്റെ കൂടെ ന്യൂനപക്ഷ വോട്ടുകൾ, അതായത് മുസ്ലിം വിഭാഗത്തിന്റെയും ഒപ്പം തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിന്റെയും വോട്ടുകൾ കൂടി ചേർന്ന് 50% വോട്ടുകൾ ലഭിച്ചാൽ തന്നെ അതായത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ 50% വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചാൽ 27,500 എന്നുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തും. അത് 60% വന്നാൽ വലിയ ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള കണക്കുകൂട്ടലുണ്ട്. CA അടക്കമുള്ള വിഷയങ്ങൾ പ്രചാരണായുധമായി ഉപയോഗിക്കുകയും ആരിഫിനെ പോലെയുള്ള ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ ഇറക്കുകയും ചെയ്തുകൊണ്ട് ആ വോട്ടുകൾ പിടിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് CPM കൈവെക്കുന്നത്, LDF വെക്കുന്നത്. എങ്കിൽ പോലും ഇപ്പുറത്തേക്ക് വരുമ്പോൾ KC വേണുഗോപാൽ ആ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ നഗരത്തിലടക്കം അമ്പലപ്പുഴയുടെ തീരദേശം അടക്കമുള്ള മേഖലകളിലെ മൈനോറിറ്റി വോട്ടുകൾ, മണ്ണഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങളിലെ മൈനോറിറ്റി വോട്ടുകൾ, ഈ മൈനോറിറ്റി വോട്ടുകളെ തന്നിലേക്ക് KC വേണുഗോപാൽ കൊണ്ടുവന്നാൽ ഈ കണക്ക് എത്രമാത്രം ശരിയാകും എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് ഒരു ഭിന്നിപ്പ് ഉണ്ടാവാനുള്ള, ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു ഭിന്നിപ്പ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഭിന്നിച്ചാൽ ഇപ്പോഴത്തേക്ക് KC-യിലേക്ക് വരാൽ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് 60,000-ലേക്ക് ഭൂരിപക്ഷം പോകുന്നത്. നായർ വോട്ടുകൾ, അതായത് ഇത്തവണ UDF-ന്റെ പ്രതീക്ഷയിൽ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ തന്നെ AM ആരിഫിന് 37% വോട്ടുകൾ മാത്രമേ നേടാൻ കഴിയൂ എന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. 3,90,000 വോട്ടുകളായിരിക്കും ആരിഫ് നേടുക എന്നുള്ള വിലയിരുത്തലിലാണ് അവർ പോകുന്നത്. മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ 1,70,75,000 വോട്ടുകൾ നേടൂ എന്നാണ് UDF-ന്റെ കണക്ക് വെച്ച് അവർ പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ 1,87,000 വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടിയിരുന്നു. ക്ഷമിക്കണം, NDA സ്ഥാനാർത്ഥി നേടിയിരുന്നു. KS രാധാകൃഷ്ണൻ ആ വോട്ട് അവർ നേടിയത്. അത് രണ്ട് ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ ഇടതും വലതുമായി വരികയും ഹിന്ദു ഏകീകരണം ഉണ്ടാവുകയും ഒപ്പം തന്നെ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വരികയും ചെയ്തതോടുകൂടി അത്തരമൊരു ഹിന്ദു ഏകീകരണത്തിന് ശക്തി പ്രാപിക്കുകയും
1,87,000 നിഷ്പക്ഷ വോട്ടുകൾ അടക്കം കയറി കുതിച്ചു പായുകയുമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോഴും LDF-ഉം UDF-ഉം ശോഭാ സുരേന്ദ്രൻ നടത്തുന്നത്. പക്ഷേ ആ വിലയിരുത്തൽ തെറ്റാണ് എന്നുള്ളതാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തീരദേശ മേഖലകളിലടക്കം ശോഭാ സുരേന്ദ്രൻ കൃത്യമായി അവരുടെ ഒരു വോട്ട് ബാങ്കിനെ ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ദിനകരൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി പ്രത്യേകിച്ച് ജില്ലയുടെ തെക്കൻ തീരദേശ മേഖലകളിൽ ഒരു സ്വാധീനം, തൃക്കുന്നപ്പുഴ മുതൽ അങ്ങോട്ട് തെക്കോട്ടുള്ള മേഖലകളിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ, സ്ത്രീ വോട്ടർമാരെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രന് ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. LDF എല്ലാ കാലത്തും പറയുന്നത് പോലെ UDF വോട്ടുകൾ മാത്രമല്ല ഇത്തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ചോർന്നിട്ടുള്ളത്, അതിൽ ഇടതുപക്ഷ വോട്ടുകളും ഉണ്ട് എന്നുള്ള അനുമാനത്തിൽ തന്നെയാണ് പോകുന്നത്. BJP കോളങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇത്തവണ നേടാൻ പോകുന്നത് CPM വോട്ടുകളാണ് എന്നുള്ളൊരു കണക്ക് കൂടി അവർ നിരത്തുന്നുണ്ട്. KC വേണുഗോപാലിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ന്യൂനപക്ഷ വോട്ടുകളെ, LDF ലക്ഷ്യം വെച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളെ KCക്ക് കൊണ്ടുവരാൻ കഴിയും. മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ എന്നതിനപ്പുറത്തേക്ക് KCക്ക് ഉള്ള ഒരു സ്വാധീനം, അത് ഉപയോഗിച്ച് ഒരു താല്പര്യം, തന്നോടുള്ള ഒരു താല്പര്യം ഉപയോഗിച്ച് ആ വോട്ടുകളെ ആകർഷിക്കാൻ കഴിയുമെന്ന് KC വിശ്വസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നായർ വോട്ടുകളും തനിക്ക് ലഭ്യമാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അദ്ദേഹം അത് അങ്ങനെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ ലാറ്റിൻ മേഖല, തീരദേശ മേഖലകളിലെ ക്രിസ്ത്യൻ വോട്ടുകളും KCക്ക് അനുകൂലമായി വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒപ്പം പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളും. പക്ഷേ ഇത് എത്രമാത്രം ഈ കണക്കുകൾ കൃത്യമായി പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇത്തവണ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മാത്രമാണ്. അതിലേക്ക് വരികയായിരുന്നു ശരണ്യ. ഇത്തവണ നമുക്കറിയാം SNDP-യുടെ മണ്ഡലത്തിലെ ഒരു സ്വാധീനം നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ ഈ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വോട്ടുകൾ കൂടുതൽ നേടുമെന്ന് പറയുന്നു. പക്ഷെ അതിനപ്പുറത്തുള്ളൊരു പരസ്യ പിന്തുണ പലപ്പോഴും SNDP-യുടെ ഭാഗത്തു നിന്ന് പല മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി ഉണ്ട്. നമുക്ക് KCയോടുള്ള വെള്ളാപ്പള്ളിയുടെ സ്നേഹവും നമുക്കറിയാം. അത്തരത്തിൽ ചില നീക്കങ്ങളൊക്കെ നേരത്തെ മുതൽ തന്നെ മണ്ഡലത്തിലുണ്ട്. പക്ഷേ അപ്പോഴും ഇത്തവണ SNDP വോട്ടുകൾ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ എത്ര SNDP-ക്കാർ വോട്ട് ചെയ്യും എന്നുള്ളതും കൂടി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴും SNDP വോട്ടുകൾക്ക് പൊതുവെ BJP ക്യാമ്പിനോടൊരു സ്നേഹം കൂടിയിട്ടുണ്ടോ എന്നുള്ള സൂചന കൂടി അത് വ്യക്തമാകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്തവണ. ഇതിനകത്ത് LDF വിശ്വസിക്കുന്ന ഒരു തത്വമുണ്ട്. അതായത് ഒരിക്കലും ഈഴവ വോട്ടുകളിലെ അടിയുറച്ച LDF വോട്ടുകൾ ഒരിക്കലും BJP-യിലേക്ക് പോകില്ല എന്നുള്ളൊരു വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം അവരൊരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത്തവണ ഈഴവ വോട്ടുകൾ കുറച്ച് BJP-ക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. അത് തങ്ങളുടെ വോട്ടുകളായിരിക്കില്ല, മറിച്ച് പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ, പരമ്പരാഗത ഈഴവ കോൺഗ്രസ് വോട്ടുകളായിരിക്കും അതെന്നുള്ളതാണ്. ഈ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക ശക്തി ഈഴവ സമുദായം തന്നെയാണ്. കാരണം 7 ലക്ഷത്തോളം വോട്ട് അവർക്ക് ഉള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അരൂരും ആലപ്പുഴയും കായംകുളവും അമ്പലപ്പുഴയും അടക്കം ഉള്ള വ്യാപിച്ചു കിടക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ഒരു വോട്ട് ബാങ്ക് കൃത്യമായിട്ടുണ്ട്. ഈ വോട്ട് ബാങ്കുകൾ ഇടതുപക്ഷത്തിന് കൃത്യമായ ഒരു മുൻതൂക്കമൊക്കെ നൽകുന്ന ഇടങ്ങളാണ്. അടിയുറച്ച വോട്ടുകളായി കായംകുളവും ചേർത്തലയും ഒക്കെ എല്ലാ പ്രാവശ്യവും പോൾ ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ ഇത്തവണ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ SNDP യോഗം അല്ലെങ്കിൽ SNDP കൃത്യമായ ഒരു പരസ്യ പിന്തുണ പറയുന്ന, കഴിഞ്ഞ തവണയൊക്കെ BDJS മത്സരിക്കുമ്പോൾ പോലും ഒരു പരസ്യ പിന്തുണ പറയാൻ അവർ തയ്യാറാകാതിരുന്ന വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾ തന്റെ NDA ചായ്വ്, ശോഭയോടുള്ള താല്പര്യവും NDA ചായ്വും വളരെ കൃത്യമായി പ്രകടമാക്കിയിരുന്നു നമ്മളോടടക്കം. അത് മാത്രമല്ല അതിനകത്തൊരു മൂവ്മെന്റ് SNDP-യുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അവര് പലയിടങ്ങളിലും വോട്ട് ശോഭാ സുരേന്ദ്രന് നൽകണമെന്നുള്ള രഹസ്യമായ നീക്കുപോക്കുകൾ പലയിടങ്ങളിലും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും KC വേണുഗോപാലിന്റെ പ്രതീക്ഷ കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ KC മത്സരിക്കാതിരുന്ന ഘട്ടത്തിൽ ഉണ്ടായ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വോട്ടുകളെ തിരികെ കൊണ്ടുവരാനായി KCക്ക് കഴിയും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം KC വേണുഗോപാൽ പ്രകടമാക്കുന്നുണ്ട്. ഈ നായർ വോട്ടുകൾ തനിക്ക് കൊണ്ടുവരും, തന്നിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം വെക്കുന്നുണ്ട്. അപ്പോൾ ഈ 10%-ഓളമാണ് ശരണ്യ. കഴിഞ്ഞ തവണ നമുക്കറിയാം 80.25% 2019 ആലപ്പുഴ മണ്ഡലത്തിലെ പോളിംഗ്. അവിടെ നിന്ന് ഗണ്യമായ കുറവ് പോളിംഗ് ശതമാനത്തിലുണ്ടായി. സംസ്ഥാനമൊട്ടാകെ കുറവുണ്ട് എങ്കിൽ പോലും ഈ പോളിംഗ് കുറവുമായി ബന്ധപ്പെട്ട മുന്നണികൾ പങ്കുവെക്കുന്ന കാര്യം എന്താണ്?
ഈ പോളിംഗ് കുറവ് എന്നുള്ളത് UDF പറയുന്നു, UDF ക്യാമ്പുകളിലെ വോട്ടാണ് കുറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അവർ പറയുന്നത്. UDF പറയുന്നത് LDF വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടാത്തത് എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ LDF പറയുന്നത് LDF ഇത് ഗുണം ചെയ്യും എന്നുള്ളതാണ്. രണ്ട് മുന്നണികളും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് തന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായിട്ടുള്ള സ്ഥലം ആലപ്പുഴയാണ്. പക്ഷേ ആലപ്പുഴയിൽ ഗണ്യമായ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറെ ആളുകൾ വോട്ട് ചെയ്യാതെ വിട്ടു നിന്നിട്ടുണ്ടോ എന്നുള്ളത്, അതും ഈ ഭരണവിരുദ്ധ വികാരം, ഒപ്പം തന്നെ CPM-ലെ ഇന്റേണൽ രാഷ്ട്രീയം, ഇന്റേണൽ പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിന്റെ ഭാഗമായ ആളുകൾ മാറി നിന്നിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ നഗരങ്ങളിലടക്കം വോട്ടിന്റെ പലയിടങ്ങളിലും പെർസെന്റേജ് കുറഞ്ഞത് UDF വോട്ടുകളാണ് അത് കുറയ്ക്കാൻ കാരണം എന്നുള്ള ഒരു വിലയിരുത്തൽ LDF ക്യാമ്പുകളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ആത്മവിശ്വാസവുമായി പോവുകയാണ്. പക്ഷേ 27,500 എന്നുള്ള കണക്ക് കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ CB ചന്ദ്രബാബുവിനും നൽകിയിട്ടുള്ള ഒരു കണക്കാണ്. പക്ഷേ ആ കണക്കിനെ ക്ഷമിക്കണം, കഴിഞ്ഞ തവണയല്ല, അതിന് മുൻപത്തെയും KC വേണുഗോപാലും CB ചന്ദ്രബാബുവും ഒക്കെ മത്സരിച്ച സമയത്തും ഇങ്ങനെ ഒരു അസസ്മെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വോട്ട്, അതായത് 27,500 വോട്ട് എന്നൊക്കെയുള്ള ഒരു കണക്ക് ഒരു ചെറിയ മാർജിനാണ്. അതിനെ എപ്പോൾ വേണമെങ്കിലും മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കൃത്യമായി നമുക്ക് AM ആരിഫിനോടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹമൊക്കെ വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്. 40,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം തനിക്ക് ഉണ്ടാവുമെന്നുള്ള ഉറച്ച വിശ്വാസം ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ, എല്ലാ മുന്നണികളുടെയും കണക്കുകളിലേക്ക് നോക്കുമ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ ഒരു കണക്കൊന്നും പുറത്തേക്ക് ഇതുവരെ വിട്ടിട്ടില്ല എത്ര കിട്ടുമെന്ന്. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 2.25 ലക്ഷത്തോളം വോട്ടുകൾ ഇത്തവണ ശോഭാ സുരേന്ദ്രന് പിടിക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾക്ക് ഈ അവസാന ഘട്ടത്തിലെ മത്സരത്തിന്റെ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് എവിടെ നിന്നൊക്കെ വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. തീർച്ചയായും അതാണ് മുന്നണികളുടെ ആലപ്പുഴയിലെ ആത്മവിശ്വാസം. ഏതായാലും ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടന്നൊരു മണ്ഡലം കൂടിയാണ്. അവിടെ വോട്ടുമായി ബന്ധപ്പെട്ട കണക്ക് കൂട്ടലുകൾ മുന്നണികൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു. 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്ന് വേണം കരുതാൻ. ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. അത് അമേഠിയിൽ നിന്നാണ്. അമേഠിയിൽ നാളെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഉണ്ടാകുമെന്നുള്ളതാണ്. അമേഠിയിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. അല്പസമയത്തിനകം ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വാർത്തയും പുറത്തുവരുന്നു. TG സജിത്ത് ചേരും. സജിത്ത്, ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയും അത് മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. രാഹുലുമായി സംഭാഷണം നടത്തുകയായിരുന്നു നേതാക്കൾ. രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ മത്സരിക്കും, അത് അങ്ങനെ കാര്യങ്ങൾ ഉറപ്പായി കഴിഞ്ഞോ? രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട തീരുമാനം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉടൻ തന്നെ പുറത്തുവരും. രാത്രി 10 മണിക്ക് മുമ്പായി തന്നെ കോൺഗ്രസിന്റെ ഈ ഘട്ടത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും. അവിടെയാണ് അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥി ആര് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവുക. നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള ഫ്ലെക്സുകൾ എത്തിച്ചു തുടങ്ങി എന്ന വാർത്തയാണ്. അങ്ങനെയെങ്കിൽ അമേഠിയിൽ ഇത്തവണ രാഹുൽ മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു സ്ഥിരീകരണമാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിന്റെ കൂടുതൽ അപ്ഡേഷനുകൾ വരേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വയനാടിന് പുറമെ അമേഠിയിലും തന്റെ പഴയ മണ്ഡലത്തിൽ രാഹുൽ വീണ്ടും കളത്തിലിറങ്ങുന്നു, മത്സരിക്കാൻ ഇറങ്ങുന്നു സ്മൃതി ഇറാനിക്കെതിരെ എന്നതാണ് സാഹചര്യം. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ രാഹുലുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു. രാഹുൽ ഗാന്ധി തന്നെ അവിടെ മത്സരിക്കണമെന്നതായിരുന്നു നേതാക്കളുടെ നിലപാട്. അത് അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം. അവിടെ അമേഠിയിലേക്ക് രാഹുലിന്റെ ഫ്ലെക്സുകൾ എത്തുന്നു എന്നത് രാഹുലിന്റെ മത്സര സാധ്യതയായി തന്നെ നമുക്ക് കാണണം. അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാവുന്നത്. രഞ്ജിത്ത്, പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വന്നേക്കും. അതിനുള്ള സാധ്യതകൾ ഇതിനകം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും ഈ ഗാന്ധി കുടുംബത്തിലുള്ളവർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് എന്നൊക്കെയായിരുന്നു കേട്ടിരുന്നത്. അവിടെ നിന്ന് രാഹുലിനെ അനുനയിപ്പിച്ച് ഈ മത്സര രംഗത്തേക്ക് എത്തിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞത് എങ്ങനെയാണ് സൈത്ത്? അമേഠിയിലെയും റായ്ബറേലിയെയും പ്രത്യേക സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ ഇതിന് കളമൊരുക്കിയിട്ടുണ്ടാവുക. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരത്തിൽ ഇറങ്ങിയാൽ മാത്രമേ അവിടെ വിജയ സാധ്യതയുള്ളൂ എന്നതാണ് അവിടുത്തെ സാഹചര്യം. അല്ലെങ്കിൽ BJP ആ സീറ്റിൽ തന്നെ വീണ്ടും BJP അവിടെ വിജയിച്ചു കയറും. പക്ഷേ ആ സീറ്റുകളിൽ വിജയിക്കണമെങ്കിൽ അവിടെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണമെന്നതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. അവിടെ SP സമാജ്വാദി പാർട്ടി അടക്കം സ്വീകരിച്ച നിലപാടുകളും അങ്ങനെയാണ്. അതുകൊണ്ടുകൂടിയാവാം ഒരുപക്ഷെ ഇത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാവുന്നത്. എന്തായാലും ഇതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന നാഷണൽ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം
അവിടേക്ക് അമേഠിയിലേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള ഫ്ലെക്സുകൾ എത്തിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെയെങ്കിൽ വയനാടിന് പുറമെ അമേഠിയിലും രാഹുലിന്റെ അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ചർച്ച രാഹുലുമായി നടത്തി ഏറ്റവും ഒടുവിൽ രാഹുൽ മത്സരിക്കാൻ തീരുമാനിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ടി ജി സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി പൂർണ്ണമാകുന്നു. നാളെ മറ്റ് 2 മണ്ഡലങ്ങളുമായി എത്താം. നമസ്കാരം.